വേഗംപ്രദവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനമറിയിക്കട്ടെ. പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടം വളരെ ഭയത്തോട് വചന അനുസരണത്തിൽ ജീവിക്കേണ്ടിയ ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. എങ്ങനെയും ജീവിക്കാം, എവിടെയും ജീവിക്കാം, എതിലെയും ജീവിക്കാം എന്നുള്ള ഒരു ചിന്ത പുത്തൻ തലമുറയുടെ ചിന്താമണ്ഡലത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചാൽ, ഏതിൽ നിന്നാൽ നിത്യതയിൽ ചെല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകണമെങ്കിൽ അതിനേറ്റവും ആവശ്യം ദൈവകൃപയാണ്. ഈ ദിവസങ്ങളിൽ ആ ദൈവകൃപയെ നമുക്കൊന്ന് തിരിച്ചറിയുവാൻ ഇടയാവട്ടെ. വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവീൻ, പുരുഷത്വം കാണിക്കുവീൻ, ശക്തിപ്പെടുവീൻ. 4 ഉപദേശങ്ങൾ നമുക്കവിടെ വായിച്ചു കാണുവാൻ കഴിയുന്നു. എങ്കിലും ഒരു ഭാഗം മാത്രം ഞാൻ അല്പനിമിഷം ഒന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. ഉണർന്നിരിപ്പീൻ. എന്താണ് ഉണർവ് എന്ന് പറയുന്നത്? വളരെ തെറ്റായ നിലയിൽ, തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു വാക്കാണ് ഉണർവ്. ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ഉള്ളിലും ഉണർവിനെ പറ്റി ഒത്തിരി നിർവചനങ്ങൾ ഉണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശക്തമായി ഒന്ന് കൈയടിച്ചാൽ അത് ഉണർവാണെന്ന് പറയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ആരെങ്കിലും ഉറക്കെ 2-3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഇടയ്ക്ക് 1-2 സ്തുതിയുടെ ശബ്ദമൊക്കെ ഉയർത്തിയാൽ അത് ഉണർവിൽ നിന്നാണ്, അതാണ് ഉണർവേ എന്ന് ഒക്കെ നാം പറയാറുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, ഈ പുറമേ കാണുന്നതാണോ യഥാർത്ഥ ഉണർവെന്ന് പറയുന്നത്? പുറമേ കാണുന്ന പ്രഹസനങ്ങളും പ്രകടനങ്ങളുമാണോ ഉണർവിൻ്റെ അടയാളമെന്ന് പറയുന്നത്? 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന്റെ കയ്യിൽ സാറ് പേപ്പർ കീറി കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ബുദ്ധിയെ ഞാനൊന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്ത്യയുടെ മാപ്പാ, നീ ഓരോ പീസും അതിൻ്റെതായ സ്ഥിതിയിൽ വെച്ച് ഇന്ത്യയുടെ മാപ്പ് റെഡിയാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പയ്യൻ പോയി ഇന്ത്യയുടെ മാപ്പ് അവൻ്റെ ചിന്തയിലുള്ള നിലയിൽ ഒട്ടിക്കുവാനൊക്കെ തുടങ്ങിയെങ്കിലും അവനോടൊന്നും പറ്റുന്നില്ല. അവന് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നപ്പോൾ അവൻ ആ പേപ്പർ വലിച്ചെറിഞ്ഞു. എന്നാൽ വലിച്ചെറിഞ്ഞ് താഴെ വീണ പേപ്പറിൽ ഒരു കണ്ണിൻ്റെ ഒരു പടം അവൻ കണ്ടു. അവൻ അല്പം ബുദ്ധിയുള്ള പയ്യനായതുകൊണ്ട് അവൻ ഓടിച്ചെന്ന് ആ കണ്ണൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്ന പേപ്പർ ആ പീസിങ് എടുത്തു. അപ്പോൾ അവൻ മനസ്സിലായി ബാക്കിയുടെ അതിൽ കാണും. അവനെല്ലാ പേപ്പറും എടുത്ത് നോക്കിയപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അവനത് കാണുവാൻ കഴിഞ്ഞു. അവൻ ഈ ഇന്ത്യയുടെ മാപ്പ് ഒട്ടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ആ കണ്ണ്, മൂക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഒരു മനുഷ്യന്റെ ആ രൂപം വ്യക്തമായ നിലയിൽ, ശരിയായ നിലയിൽ വെച്ചിട്ട് ഒരു ടേപ്പ് എടുത്ത് വെച്ച് ഒട്ടിച്ചു. ഒത്തിരി സന്തോഷമായി. അവൻ ആ മനുഷ്യന്റെ രൂപം നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ പേപ്പർ ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ ഇന്ത്യയുടെ മാപ്പും റെഡിയായിരിക്കുന്നു. അവൻ ഓടിയ ടീച്ചറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ, ഞാൻ ഇന്ത്യയുടെ മാപ്പ് ഒട്ടിച്ചു. സാറ് നോക്കിയപ്പോൾ ശരിയാ, പെട്ടെന്നൊന്നും ഇത് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ചോദിച്ചു, കുഞ്ഞെ, നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ഇന്ത്യയുടെ മാപ്പ് റെഡിയാക്കിയെന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ ഒരൊറ്റ വാക്ക് മറുപടി പറഞ്ഞുള്ളൂ, സാറേ, മനുഷ്യൻ നന്നായാൽ ഇന്ത്യ നന്നാവും, മനുഷ്യൻ നന്നായാൽ നമ്മുടെ രാജ്യം നന്നാവും. അതെ, നാം നന്നായാൽ നമ്മുടെ കുടുംബം നന്നാവും, നമ്മുടെ കുടുംബം നന്നായാൽ നമ്മുടെ സഭ നന്നാവും, നമ്മുടെ സഭ നന്നായാൽ നമ്മുടെ ദേശം നന്നാവും. അങ്ങനെയെങ്കിൽ ഉണർവ് മറ്റുള്ളവർ പുറമേ കാണിക്കുന്നതിൽ കൊണ്ട് വിരൽ ചൂണ്ടി നിൽക്കാതെ
എന്നിലുള്ള യഥാർത്ഥമായ മാറ്റമാണ് ഉണർവേ എന്ന് തിരിച്ചറിഞ്ഞു വേണം ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം മുൻപോട്ട് ജീവിക്കുവാൻ. ഈ ഉണർവ് ഇത് പുറമേ ഒന്നുമല്ല, ഇത് അകത്തു നിന്ന് വരണം. അകത്തു നിന്നും ഉണർവ് പുറത്തു വന്നാൽ ആ ഉണർവിനൊരു പ്രത്യേകതയാണ്. പുറമേ കാണുന്നതല്ല ഉണർവെങ്കിൽ നമ്മ ഇന്ന് കാണുന്ന ഒന്ന് രണ്ട് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് സഭായോഗത്തിന് വരുമ്പോൾ പാട്ടുപാടി അതിന് അവസാന സമയങ്ങളിൽ ഡ്രം അടിക്കുന്ന സഹോദരൻ ഡ്രമ്മിന്റെ സ്പീഡ് കൂട്ടുമ്പോൾ നാം കൈയുടെ സ്പീഡ് കൂട്ടി അങ്ങനെ ആ ഒരു നിലയിൽ കൊണ്ടെത്തിക്കുന്നതല്ല ഉണർവെന്ന് പറയുന്നത്. പിന്നെ ഉണർവേ എന്ന് പറയുന്നത് എന്താണ്? ഒരു യഥാർത്ഥമായ ഉണർവിന്റെ അടയാളം പുറമേ കാണുന്ന യാതൊരു പ്രകടനവുമല്ല, യാതൊരു പ്രഹസനവുമല്ല. ഉണർവിന്റെ ഒന്നാമത്തെ അടയാളം വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥമായ ഒരു ഉണർവ് ഒരു ഭക്തനിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകും. അവന്റെ നോട്ടത്തിന് വ്യത്യസ്തതയുണ്ട്, അവന്റെ സംസാരത്തിന് വ്യത്യസ്തതയുണ്ട്, അവന്റെ ഇടപാടിന് വ്യത്യസ്തതയുണ്ട്. പഴയ മനുഷ്യനെ പോലെ ഇന്നും നാം ഇടപെടുന്നുവെങ്കിൽ, പഴയ മനുഷ്യനെ പോലെ സമൂഹത്തിൽ ഇടപെടുന്നുവെങ്കിൽ, പഴയ മനുഷ്യനെ പോലെ ഭവനത്തിൽ ഇടപെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥമായ ഉണർവ് നമ്മൾ നടന്നിട്ടില്ല എന്ന. അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ നടക്കണമെങ്കിൽ, ഒരു യഥാർത്ഥ ഉണർവ് നമ്മളിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം തയ്യാറാവണം. ഒന്ന്, ഉണർവിന്റെ ഒന്നാമത്തെ അടയാളം വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര. രണ്ടാമത്തെ ഉണർവിന്റെ അടയാളം സത്യവചനത്തിനു വേണ്ടി ഈ മായമില്ലാത്ത പാൽ കുടിക്കുവാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങളുടെ കണക്കുകൾ നമുക്ക് പറയാറുണ്ടെങ്കിലും ഈ ബൈബിൾ വ്യക്തമായി വളരെ ഗൗരവത്തോടുകൂടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ ഒരു ദിവസം എത്ര സമയം നാം കണ്ടെത്തുന്നുണ്ട്? ഇതിനോടൊരു വാഞ്ച നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതാ ഉണർവിന്റെ അടയാളം എന്ന് പറയുന്നത്. ഇല്ല എങ്കിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഒരു ഉണർവിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഉണർവിന്റെ മൂന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത്, യഥാർത്ഥ ഉണർവിന്റെ അടയാളം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നൊരു അകൽച്ചയുടെ അനുഭവം നമുക്കുണ്ടാവും. പാപത്തോട് വീണ്ടും 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 അടുത്തു ചെല്ലുകയല്ല, പാപത്തെ പാപമെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ നിന്നും അകന്നു പോകുന്നത് ഉണർവിന്റെ അടയാളം എന്ന് പറയുന്നത്. നാലാമതൊരു പോയിന്റൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വാക്ക് ചുരുക്കട്ടെ. ഒന്ന്, സത്യവചനത്തിനു വേണ്ടിയുള്ള ഒരു വാഞ്ച. രണ്ട്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു യാത്ര. മൂന്ന്, പാപത്തിൽ നിന്നും അകന്നു പോകുവാനുള്ള ഒരു ചിന്ത. നാല്, യഥാർത്ഥമായ ഉണർവ് പ്രാപിച്ച ഒരു മനുഷ്യന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിത്യതയുടെ ഗൗരവത്തെ, നിത്യതയുടെ ആഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു യഥാർത്ഥ ഉണർവ് നമ്മളിൽ സംഭവിച്ചിട്ടില്ലെന്നുള്ളതാ. ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഒരു ഉണർവിൻ്റെ പുതിയ അനുഭവം, പുറമേ കാണുന്നതല്ല, അകത്തു നിന്നും ഒരു പുതിയ അനുഭവം അത് പുറത്തേക്ക് വന്ന് സമൂഹത്തിന് മുൻപിൽ യഥാർത്ഥ ഉണർവ് കാണിച്ചു കൊടുക്കുവാൻ എന്നെയും നിങ്ങളെയും ഒരുപോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം സഹായിക്കട്ടെ. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അത് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, ഒരുങ്ങി കാത്തിരിക്കാം. പ്രിയന്റെ വരവ് വാതിക്കൽ കാഹളം കേൾക്കുമ്പോൾ നാം തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുവാനുള്ള ആഗ്രഹത്തോടുകൂടി ഒരു മാറ്റത്തോടെ ജീവിക്കാം. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.